ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായിട്ടുള്ള ഗോരഖ്പൂരിൽ നിന്നും ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. അനധികൃതമായി നിർമ്മിച്ച മസ്ജിദ് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ എത്തും എന്ന ഭയം കൊണ്ട് നിർമ്മിച്ചവർ തന്നെ പൊളിച്ചു കളഞ്ഞു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോരഖ്പൂരിൽ ഘോഷ് കമ്പനി ചൌക്കിൽ സ്ഥിതി ചെയ്യുന്ന അബു ഹുറൈല മസ്ജിദ് പള്ളി കമ്മിറ്റിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പള്ളി ഇവർ സ്വമേധയാ തന്നെ പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. പള്ളിയുടെ അനധികൃത നിർമ്മാണം സംബന്ധിച്ച് ഗോരഖ്പൂർ വികസന അതോറിറ്റി GDA 15 ദിവസം മുമ്പ് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് നൽകിയ ശേഷം നോട്ടീസ് കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചതിനാൽ ബുൾഡോസർ നടപടി എന്തായാലും ഉണ്ടാകും. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, പല മുനിസിപ്പാലിറ്റികളിലും ഇതുപോലെ നോട്ടീസ് നൽകി പ്രതികരിക്കാതിരുന്ന പല പള്ളി കമ്മിറ്റികളും ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് കൈപ്പറ്റിയിട്ടും അവർ കിട്ടിയില്ല എന്ന് പറയും, അല്ലെങ്കിൽ കൈപ്പറ്റാതെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ത് തന്നെയായിരുന്നാലും പിന്നീട് കോടതിയിലേക്ക് പോയി സ്റ്റേ വാങ്ങിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നോട്ടീസ് കൈപ്പറ്റിയ ശേഷം അവർ യാതൊരുവിധ മറുപടിയും കൊടുത്തില്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിയുമ്പോൾ, അതായത് 15 ദിവസമാണ് നോട്ടീസിൽ കാലാവധി എങ്കിൽ കഴിയുമ്പോൾ ബുൾഡോസർ പള്ളി പൊളിച്ചു കളയുന്ന കാഴ്ച, അല്ലെങ്കിൽ ഏത് അനധികൃത കെട്ടിടമായിരുന്നാലും പൊളിച്ചു കളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ സ്റ്റേ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്റ്റേയുടെ കാലാവധി കഴിഞ്ഞ് അടുത്ത ദിവസം ബുൾഡോസർ നടപടി ഉണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിനൊന്നും തന്നെ കാത്തു നിൽക്കാതെ ഈ പള്ളി കമ്മിറ്റി തന്നെ അവിടെ ഈ പള്ളി പൊളിച്ചു മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പള്ളി കമ്മിറ്റി തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റി. ഗോരഖ്പൂരിലെ ഘോഷ് കമ്പനി ചൌക്കിന് സമീപമുള്ള മുനിസിപ്പൽ ഭൂമിയിലാണ് 4 നിലയുള്ള ഈ പള്ളി നിർമ്മിച്ചത്. അനധികൃതമായാണ് ഇത് നിർമ്മിച്ചത്. പരാതി ഉയർന്നതിനെ തുടർന്നാണ് അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ താൽക്കാലിക മസ്ജിദ് നിർമ്മിച്ചതും ബുൾഡോസർ ഉപയോഗിച്ച് ഒഴിപ്പിച്ചിരുന്നു. അതും ആ വാർത്തയും നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തതാണ്. എന്നാൽ അതേസമയം കമ്മിറ്റി 4 നില പള്ളി പുനർനിർമ്മിക്കുകയായിരുന്നു. അംഗീകാരം തേടാതെയാണ് പള്ളി നിർമ്മിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട്. പോരാത്തതിന് ഗോരഖ്പൂർ വികസന അതോറിറ്റി പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് നൽകി 15 ദിവസത്തിനകം ഈ സ്ഥലം ഒഴിഞ്ഞു കിട്ടണമെന്നാണ് ഗോരഖ്പൂർ വികസന അതോറിറ്റി പറഞ്ഞിരുന്നത്. പള്ളിയുടെ പരിപാലകൻ ഷോയിബ് അഹമ്മദിനാണ് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് നോട്ടീസിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പള്ളി സ്വമേധയാ പൊളിച്ചു മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.